ഹലോ ഫാക്ടറി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വലിയ ഫുഡ് ഫാക്ടറികളെല്ലാം തന്നെ റൺ ചെയ്യുന്നത് അഡ്വാൻസ് ലെവൽ ടെക്നോളജി അടങ്ങിയിട്ടുള്ള ലേറ്റസ്റ്റ് മെഷീനുകളുടെ സഹായത്തോടെയാണ്. മാക്സിമം ലേബേഴ്സിനെ കുറച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടപ്പുകൾക്കും മറ്റും ഇത്തരം മെഷീനുകൾ നൽകുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന് എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ഫുഡ് ഫാക്ടറി മെഷീൻസിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ വീഡിയോയിൽ ഫാക്ടറി ടിവിയിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതും അത്തരത്തിലുള്ള ഒരു മെഷീൻസിനെ കൂടി പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് നിർമ്മാണ പ്രവർത്തനവും പ്രോസസ്സുകളും ഇതിനോടകം ഫാക്ടറി ടി വി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. ആ കൂട്ടത്തിലേക്ക് മെഷീനുകളെക്കുറിച്ച് ആണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിഫില്ലർ കേക്ക് മേക്കറിനെ പറ്റിയാണ്. ഇന്ന് ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും അധികം ആളുകൾ തിരഞ്ഞെടുത്ത ഒരു മാർഗമാണ് കേക്കുകൾ ഉണ്ടാക്കി അത് വിൽക്കുന്നത്. നിരവധി പേരാണ് ഈ ഒരു മാർഗം സ്വീകരിച്ചത്. വീടുകളിൽ നിർമ്മിച്ച ഹോം മെയ്ഡ് കേക്കുകൾക്ക് നിരവധി ആവശ്യക്കാരുണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭം നല്ല രീതിയിൽ വികസിപ്പിച്ചവരുമുണ്ട്. ഈ സമയത്ത് വന്ന പല സംരംഭങ്ങളിലും പലപ്പോഴും ഒരാൾ മാത്രമായിരിക്കും കേക്ക് നിർമ്മാണത്തിൽ പങ്കാളിയായിട്ടുണ്ടാകുക. ബിസിനസ് വിപുലീകരിച്ചതിന് ശേഷം പിന്നീട് സ്റ്റാഫുകളെ വെച്ചവരും ഉണ്ടാവും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് യൂണിഫില്ലറിൻ്റെ കേക്ക് ഓ മാജിക് എന്ന ഒരു മെഷീനാണ്. ഏകദേശം 30 വർഷങ്ങളായിട്ട് ലോകത്ത് ആകമാനമുള്ള ഫുഡ് പ്ലാന്റുകളിലേക്കും ബേക്കറികളിലേക്കും മറ്റും ഫുഡ് പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന കമ്പനിയായിട്ടുള്ള യൂണിഫില്ലറിൻ്റെ ആ മേഖലയിലെ മികച്ചൊരു സൃഷ്ടിയാണ് കേക്ക് ഓ മാജിക് 1000i. കേക്കിൻ്റെ ഐസിങ്, ഡെക്കറേറ്റിംഗ് എന്നിവ തുടക്കക്കാർക്ക് വളരെ എളുപ്പം ഈ മെഷീനിലൂടെ ചെയ്യാൻ സാധിക്കുമെന്നത് തന്നെയാണ് ഈ മെഷീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം ഐസിങ് ടെക്സ്ചറുകൾ ബാച്ചുകൾക്കനുസരിച്ചും ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ചെയ്യാനും ഈ കമ്പ്യൂട്ടർ ബിൽഡഡ് മെഷീന് സാധിക്കുന്നു. ഒരു മിനിറ്റിൽ ഏകദേശം 7ഓളം കേക്കുകൾ ഐസിങ് ചെയ്യാൻ കഴിയുന്ന ഇവ 140ഓളം ഡെപ്പോസിറ്റ് മിനിറ്റിൽ നടത്തുന്നു. അതുപോലെ ഒരു ബട്ടൻ്റെ സഹായത്തോടെ മാനുവൽ മോഡിലും കേക്ക് ടച്ചപ്പ് ചെയ്യാൻ കഴിയുന്നവയാണ് ഈ കേക്ക് ഓ മാജിക് 1000i എന്ന് പറയുന്നത്. ഫുഡ് പ്രോസസ്സുകൾ കഴിഞ്ഞ് ഇവയുടെ ക്ലീനിങ്ങും വളരെ എളുപ്പത്തിൽ നടത്താൻ സാധിക്കുന്നതാണ്. കേക്ക് നിർമ്മാണം ബൾക്കായിട്ട് നിർമ്മിക്കുന്നവർക്കും ഒരു വരുമാന മാർഗമായി അധികം ആളെ കൂട്ടാൻ ഒറ്റയ്ക്കും മറ്റും നടത്തുന്നവർക്കും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മെഷീനാണ് കേട്ടോ ഇത്. അപ്പോൾ അടുത്തത് സെർമാൻ പാസ്ത മേക്കിംഗ് മെഷീൻ. ഏകദേശം 50 വർഷമായിട്ട് റീറ്റെയിൽ ഇൻഡസ്ട്രികളിലേക്കും അത് കിച്ചണുകളിലേക്കും മറ്റും ഫുഡ് പ്രോസസ്സിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് സെർമാൻ. പാസ്തകൾ വളരെ എളുപ്പം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മെഷീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാസ്ത ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ ഇതിൽ ചേർക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അത് മിക്സ് ചെയ്ത് മികച്ച പാസ്ത രൂപത്തിലേക്ക് വരാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ മെഷീൻ നോക്കിക്കൊള്ളും. വളരെ ചെറിയൊരു സ്പേസ് മാത്രം മതിയാവും ഈ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്. അതുപോലെ എൻട്രി ലെവൽ ഓപ്പറേറ്റേഴ്സിനും വളരെ വേഗം എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ പാകത്തിനുള്ളതാണ് ഈ മെഷീൻ. ലോങ്, ഷോർട്ട് ഡിസൈൻസ് എന്നിങ്ങനെ പല രീതിയിൽ, പല ഷേപ്പിൽ, പല വലുപ്പത്തിൽ, തിക്ക്, തിന്ന് എന്നിങ്ങനെയുള്ള വ്യത്യസ്ത പാസ്തകൾ ഇതിലെ ഫിൽറ്ററുകൾ വഴി നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ചെടുക്കുന്ന പാസ്തകളെ. ഇവയുടെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലീനിങ്ങും വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് സെർമാൻ 50 വർഷങ്ങൾക്ക് മുകളിൽ ഫുഡ് ഇൻഡസ്ട്രിയിലെ മികച്ച പൊസിഷൻസിൽ ഇരിക്കാൻ കാരണമായതെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള സിമ്പിൾ ആൻഡ് പവർഫുൾ മെഷീനുകളുടെ സാന്നിധ്യം കൊണ്ടാണെന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അടുത്തത് ക്രോനൻ. മെഷീനുകളെ പറ്റി പങ്കുവെച്ച കഴിഞ്ഞ വീഡിയോയിൽ അവക്കാഡോകളുടെ തൊലി എളുപ്പം കളയുന്ന അവസാഡോ ഫെല്ലിംഗ് മെഷീൻ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. അതുപോലെയുള്ള ഒരു മെഷീനാണ് ക്രോനൻ കമ്പനിയുടെ ഈ കട്ടിംഗ് മെഷീൻ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ് തുടങ്ങിയ സാധനങ്ങൾ വളരെ മികച്ച രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു മെഷീനാണിത്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ തൊലി കളഞ്ഞ് വളരെ മികച്ച രീതിയിൽ കട്ട് ചെയ്യാനായിട്ട് ഈ മെഷീൻ സഹായിക്കും. അത് വളരെ എളുപ്പത്തിൽ നമ്മൾ നേരത്തെ കണ്ട എല്ലാ മെഷീനുകളെ പോലെ തന്നെ എൻട്രി ലെവൽ ഓപ്പറേറ്റേഴ്സ് വരെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു മെഷീനാണിത്. കിച്ചണിൻ്റെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളുടെ ചെറിയൊരു സ്പേസ് മാത്രം മതി ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. മെഷീൻ ഓൺ ആക്കിയതിന് ശേഷം കട്ട് ചെയ്യേണ്ട വെജിറ്റബിൾസിനെ മെഷീനിലേക്ക് എടുത്തു വെച്ചാൽ മാത്രം മതി. ക്യൂബ്, സ്ലൈസ്, സ്ട്രിപ്പ് എന്നിങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ മെഷീനിൽ അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ്, സനോവോ എഗ് പാക്കർ.
കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എഗ് ബ്രേക്കറുകളെ കുറിച്ച് കണ്ടു അല്ലേ. മുട്ടകളുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു മികച്ച മെഷീനാണ് സനോവയുടെ എഗ് പാക്കർ മെഷീൻ. ഒരു വലിയ എഗ് മേക്കിംഗ് പ്ലാന്റുകളിൽ എന്തുകൊണ്ടും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു മെഷീനാണ് സനോവയുടെ ഈ എഗ് പാക്കറുകൾ. വളരെ ലിമിറ്റഡ് സ്പേസിൽ നിന്നുകൊണ്ട് വളരെ വൃത്തിയായിട്ട് മുട്ട ട്രേയിലേക്ക് അടുക്കി വയ്ക്കുന്ന ഈ മെഷീൻ നമ്മുടെ നാട്ടിലേത് ഉൾപ്പെടെയുള്ള നിരവധി എഗ് പ്രോസസ്സിംഗ് പ്ലാന്റുകളിലെ ഒരു പൈസ വസൂൽ മെഷീൻ തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. ഏകദേശം 30 വർഷത്തിന് മുകളിലായിട്ട് എഗ് ബേസ്ഡ് ഇൻഡസ്ട്രിയിലേക്ക് ഇത്തരത്തിൽ മെഷീൻ സപ്ലൈ ചെയ്യുന്നതിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് സനോവോ ടെക്നോളജി. ഇവരുടെ ഏറ്റവും മികച്ച ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മെഷീനാണ് ഈ എഗ് പാക്കറുകൾ. അടുത്തത് വാൻഡൻടോ മഷ്റൂം ഹാർവെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്. മഷ്റൂം വിളവെടുപ്പിനായിട്ട് ലോകത്തിലെ ഏറ്റവും മികച്ച മെഷീനായിട്ട് പരിഗണിക്കുന്ന ഒരു യന്ത്രമാണ് വാൻഡൻടോ മഷ്റൂം ഹാർവെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്. അതോടൊപ്പം ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മെഷീൻ കൂടിയാണിത്. മഷ്റൂം കൃഷിക്ക് തന്നെ പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന ഒരു മെഷീനാണിത്. സിക്സാഗ് ഷെൽവിങ്, റോബോട്ടൈസ്ഡ് മഷ്റൂം കൈകാര്യം ചെയ്യൽ എന്നിവ പോലുള്ള കൂൺ കൃഷിയിലെ പുതിയ സാധ്യതകൾ കൂടി പച്ചക്കൊടി കാട്ടുന്ന ഒരു മെഷീനാണിത്. കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂണുകൾ വിളവെടുക്കുന്നതിന് ഈ മെഷീൻ നമ്മളെ സഹായിക്കുന്നു. പലതരം മാർക്കറ്റുകളിലേക്കും പലതരത്തിലുള്ള കൂൺ ഉൽപ്പന്നങ്ങൾ ഒരേ സമയം സപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഈ മെഷീൻ നമ്മളെ സഹായിക്കുന്നു. കൂൺ വിളവെടുത്ത് അവയെ വാഷ് ചെയ്ത് പിന്നീട് അവയെ പാക്ക് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ഈ മെഷീനിലൂടെ ചെയ്തെടുക്കാൻ സാധിക്കുന്നു. ഒരു വലിയ ഇൻഡസ്ട്രിയിലേക്കുള്ള മെഷീൻ കൂടിയാണിത്. ഇന്ന് കൃഷിരീതികൾക്കും മറ്റും വളരെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പരമ്പരാഗത കൃഷിരീതികൾ ബദലായിട്ട് കൂണുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൃഷികളിലേക്കും ആളുകൾ കൂടുതലായിട്ടും ചെന്നെത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പുതിയ ആളുകൾക്കും മറ്റും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു എൻട്രി ലെവൽ അഡ്വാൻസ്ഡ് മെഷീനാണ് കേട്ടോ ഇത്. നെക്സ്റ്റ്, എക്കാസ്പേർഡ്സ് ഐസ്ക്രീം. പലതരത്തിലുള്ള ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളിലേക്കുള്ള ഏറ്റവും മികച്ച മെഷീൻസാണ് മുകളിൽ നാം കണ്ടത്. എഗ്ഗ്, പാസ്ത, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഇവയിലൂടെ നാം കണ്ടത്. ഇനി മറ്റൊരു ഫുഡ് ഐറ്റമായിട്ടുള്ള ഐസ്ക്രീം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ് നമ്മൾ കാണുന്നത്. ഏകദേശം 100 വർഷത്തിന് മുകളിലായിട്ട് ഐസ്ക്രീമുകളുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിരവധി മികച്ച ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന കാസ്പറിൻ്റെ മറ്റൊരു മികച്ച മെഷീനാണിത്. ഇവരുടെ ഫാറ്റ് ബോയ് എന്ന ഐസ്ക്രീം ബ്രാൻഡിന് നിരവധി ആവശ്യക്കാരാണ് ഉള്ളത്. വളരെ മിനുസമുള്ളതും ടേസ്റ്റിയുമായിട്ടുള്ള മികച്ച ഘടനയുള്ള ഐസ്ക്രീം മികച്ച ഒരു മെഷീനറിയുടെ കീഴിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു മെഷീനറി അത്യാവശ്യം വലിയ യൂണിറ്റുകളിലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഐസ്ക്രീം, പാല് തുടങ്ങിയവുമായിട്ട് ബന്ധമുള്ള ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളിലാണ് ഈ മെഷീനറി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മുകളിൽ നാം പരിചയപ്പെട്ട പല മെഷീനുകളും ഇന്നത്തെ കാലത്ത് വളരെയധികം ഉപകാരമുള്ളവയാണ്. നമ്മളെ സംബന്ധിച്ച് കൊറോണ എന്ന മഹാമാരി സൃഷ്ടിച്ച ആഘാതം വളരെ വലുതാണ്. തൊഴിലാളികളുടെ അഭാവവും മറ്റും മൂലം പല യൂണിറ്റുകളും പ്രവർത്തനരഹിതമായി പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. എന്നാൽ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ സംഭവിച്ച ലോക്ക്ഡൗണുകളും മറ്റും നിരവധി തൊഴിൽ അവസരങ്ങൾക്ക് കൂടി സാധ്യത നൽകി. പലരും ഹോം മെയ്ഡ് കേക്കുകളുടെ പ്രൊഡക്ഷനിലേക്ക് കടന്നു വന്നത് ഈ ലോക്ക്ഡൗൺ നാളുകളിലാണല്ലേ. ഇന്ന് നാം കണ്ട മെഷീനറീസ് എല്ലാം തന്നെ ഒരാൾക്ക് മാത്രം എളുപ്പം മാനേജ് ചെയ്യാൻ സാധിക്കുന്നവയാണ്. ഇത് സ്റ്റാർട്ടപ്പുകളുടെ ലോകമാണല്ലേ. സ്റ്റാർട്ടപ്പുകൾക്കായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെയധികം സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. ഇന്ന് നാം പരിചയപ്പെട്ട മെഷീൻസ് എല്ലാം തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് ഉപകരിക്കുന്നവയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മെഷീനറീസ് കൂടി നിങ്ങളുടെ പരിഗണനയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുകയാണ്. വീഡിയോ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ മറ്റ് വീഡിയോസ് കൂടി കാണാൻ ഫാക്ടറി TV സന്ദർശിക്കണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.